ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം അനുജത്തി മയക്കുമരുന്ന് വിതരണം ചെയ്തു എന്ന് മനസ്സിലായപ്പോ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചവളാണ് വന്ദന. അങ്ങനെയുള്ള വന്ദന എങ്ങനെയാണ് മയക്കുമരുന്ന് കേസിൽ പ്രതിയായത്? ഇത് ആരുടെയോ ചതിയാ. നിരപരാധിയായി പാവം വന്ദനെ ജയിലിലാക്കാൻ ആരോ കളിച്ച കളി. ജഗനല്ലേ അത്? മോൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എന്തോ പ്രശ്നമുണ്ട്. മോനെ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നീ എന്തിനാ സങ്കടപ്പെടുന്നേ? എന്താപത്താടാ നിനക്ക് സംഭവിച്ചിരിക്കുന്നേ? അമ്മയോട് പറയടാ, എന്താ നിനക്ക് സംഭവിച്ചിരിക്കുന്നേ? സ്വന്തം ഭാര്യ മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കിടക്കുമ്പോ ഏത് ഭർത്താവിനാ ചിരിക്കാൻ പറ്റുക? ഭാര്യ രക്ഷിക്കണമെന്നും പറഞ്ഞ് ജഗൻ വന്ന് നിന്റെ ഭർത്താവ് കുറുപ്പിന്റെ കാല് പിടിച്ചു. ജാമ്യമില്ലാ വകുപ്പിൽപ്പെട്ടവളെ മോചിപ്പിക്കാൻ കുറുപ്പ് ഒരു സന്ധിയില്ലാ വകുപ്പ് മുന്നോട്ട് വെച്ചു. വിവാഹമോചനം. ഒരു പോറല് പോലും ഏൽക്കാതെ വന്ദനയെ പുറത്തു കൊണ്ടുവരുന്നതിന് കുറുപ്പ് ഒരേ ഒരു ഉപാധിയെ വെച്ചുള്ളൂ. ജഗൻ വന്ദനയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. സുമലതേ, നീതി നിയമവും പാലിക്കേണ്ട പൊതുപ്രവർത്തകന്റെ മുതുകത്തുകൂടി മരുമകൾ ലൈൻ വലിച്ച ആ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യുന്നതല്ലേ നല്ലത്? എന്തിനാടി നീ ഇങ്ങനെ തിളയ്ക്കുന്നത്? വേണ്ട, ആനന്ദവല്ലിയോട് വേണ്ട നിന്റെ ഈ തിളപ്പ്. അമ്മ, വഴക്ക് വേണ്ട. മോന്റെയും മരുമോളുടെയും കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ ഒരു ഗ്രഹനാഥയുണ്ട്, സുമലത. അപ്പച്ചി ചമഞ്ഞ് ആവശ്യമില്ലാത്ത അഭിപ്രായം മൂളിയ. ഇത് മരുമക്കത്തായ കാലമല്ലെന്ന് ഓർക്കണം, മക്കത്തായ കാലമാ. ഒരു പെണ്ണിന്റെ താലിച്ചരട് പൊട്ടിച്ചെറിയാൻ കൂട്ടു നിന്നിട്ട് അപ്പച്ചിയാണ് പോലും. ദേ, ശബ്ദിക്കാതെ പൊക്കോണോ എന്റെ മുമ്പിന്ന്. ജഗ, എന്നെ ആക്ഷേപിച്ചില്ലടി, കാണിച്ചു തരാടി. കർണാര, ദേ, ഭരണവും ചരടുവലിയും ഒക്കെ തുടങ്ങിയിട്ട് കാലം കുറയായി. എല്ലാം കണ്ടും കേട്ടും ഞാനങ്ങ് സഹിച്ചതാ. എന്റെ കുഞ്ഞിനെ അവന്റെ ഭാര്യയും ഇങ്ങനെ നരകയാതന അനുഭവിപ്പിക്കുന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ ചരടുവലിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. വലിക്കുന്ന ചരട് തന്നെ സ്വന്തം കഴുത്തു മുറുക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ചത്തുമലച്ച് കിടക്കുന്ന കാണാനേ വലിയ ചേലൊന്നും ഉണ്ടാവത്തില്ല. മാനത്തെ കൊട്ടാരം